ഇത് അടുത്തു വരുന്ന ഭരണസമിതിയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ 200 കോടി രൂപ നമ്മുടെ തനത് ഫണ്ടിൽ നിന്നും സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് അടയ്ക്കണം എന്ന് പറയുന്നത്. കഴിഞ്ഞ 43 വർഷക്കാലം ഭരിച്ചവർക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നമ്മളെ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നത്. നഗരസഭയുടെ ഫണ്ടുകൾ ഏതൊക്കെ അക്കൗണ്ടുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് പല പ്രാവശ്യം സഭയിൽ ചോദിച്ച സമയത്തും ഉത്തരം എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അങ്ങനെ സർക്കാർ പറയുന്നതെല്ലാം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ ഉത്തരവുകൾ വരുന്നത് അത് പാലിക്കണോ പാലിക്കേണ്ടതെന്ന് കൗൺസിൽ തീരുമാനിക്കും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 200 കോടി രൂപ അടിയന്തരമായി പിൻവലിച്ച് സംസ്ഥാന ട്രഷറിയിലേക്ക് അടയ്ക്കണം എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. സത്യത്തിൽ അതായത് ഇനി വരാൻ പോകുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതിയെ ഇത് ഏത് രീതിയിലായിരിക്കും പ്രതിസന്ധിയിൽ ആക്കുക? അതുകൂടാതെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ 200 കോടി രൂപ നിലവിലുള്ള ഭരണസമിതിക്ക് അടയ്ക്കാൻ സാധിക്കുമോ? നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJP നേതാവായ ശ്രീ കരമന അജിത്. ഇത് അടുത്തു വരുന്ന ഭരണസമിതിയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒരു ഭരണസമിതി ആയിരിക്കും ഈ വരുന്ന ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഇത് അവർ മുൻകൂട്ടി കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാജയം തീർച്ചയായിട്ടും മുൻകൂട്ടി കണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണല്ലോ കഴിഞ്ഞ നവംബർ മാസം 18-ാം തീയതിയാണ് ഇതിൻ്റെ ഉത്തരവ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് തന്നെ പരാജയം അവർ മണത്തു എന്നുള്ളതിന് തെളിവാണ് ആ പറയുന്ന ഉത്തരവ്. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നഗരസഭയാണ്. ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് അവരെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധിയിലാക്കുകയാൽ തീർച്ചയായിട്ടും ഭരണസ്തംഭനമുണ്ടാകും എന്ന് കഴിഞ്ഞ 43 വർഷക്കാലം ഭരിച്ചവർക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നമ്മളെ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നത്. ഏതിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതിസന്ധിയിലെത്തും എന്നുള്ളതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ അടിയന്തരമായി 200 കോടി രൂപ നമ്മുടെ തനത് ഫണ്ടിൽ നിന്നും സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക്, ഞാൻ മനസ്സിലാക്കുന്നത് ട്രഷറിയിലേക്ക് അടയ്ക്കണം എന്ന് പറയുന്നത്. ട്രഷറി നമുക്കറിയാലോ, കേരളത്തിലെ ട്രഷറിയെ സംബന്ധിച്ചിടത്തോളം കിതയ്ക്കുന്ന ഒരു ട്രഷറിയാണ്. തിരുവനന്തപുരം നഗരസഭ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്നാണ് പരിഹാസ സ്വരത്തിൽ പഴമക്കാർ പറയുന്നത്. കാരണം അത്രയ്ക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണല്ലോ. ഓരോ മാസവും കടമെടുത്തുകൊണ്ട് നമുക്ക് ഈ സംസ്ഥാനത്തിൻ്റെ പെൻഷൻ പോലും കൊടുക്കണമെങ്കിൽ കടമെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പരിമിതിയും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ വരുന്ന ഭരണസമിതിയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ശമ്പളം കൊടുക്കണം, പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരണം, പുതിയ പദ്ധതികൾ നമ്മുടെ നഗരസഭയിൽ കൊണ്ടുവരണം. ആ കൊണ്ടുവരാതിരിക്കുവാൻ എന്താണ് മാർഗം? ആ മാർഗമാണ് ഈ തിരുവനന്തപുരം നഗരസഭയെ ഈ പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എടുത്ത ഈ നിലപാട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൗൺസിൽ കൂടാൻ സാധിക്കില്ല. കൗൺസിൽ കൂടിയാൽ മാത്രമേ ഇത്തരം സർക്കാർ ഉത്തരവുകളെ കൗൺസിൽ അംഗീകാരത്തിലൂടെയാണ് നമ്മൾ ഇതിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ നഗരസഭയുടെ മുന്നിലുള്ള SBI ബാങ്കിലാണ് ഈ പണം കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയാണ് നഗരസഭയുടെ ഫണ്ടുകൾ കിടക്കുന്നു എന്ന്, ഏതൊക്കെ അക്കൗണ്ടുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് പല പ്രാവശ്യം സഭയിൽ ചോദിച്ച സമയത്തും ഉത്തരം എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല.
ആ പണം അവിടെ ഒരു ഫിക്സഡ് ആയിട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഫിക്സഡ് എമൗണ്ടിനെ ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്നാണ് പറയുന്നത്. അടയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ട്രഷറി നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ 10 ലക്ഷത്തിൽ മുകളിൽ ഒരു ബില്ലുകളും മാറാൻ പറ്റുന്നില്ല. ഒരു കാലാംശത്തിൽ 5 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷത്തിനകത്ത് ബില്ലുകൾ മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ 200 കോടി അവിടെ കൊണ്ടിട്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൽ നിന്ന് കൺകറൻസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും കാലതാമസം ഉണ്ടാകും. ഒരു അനുവാദം കിട്ടി ആ പണം പിൻവലിക്കണമെങ്കിൽ അതിനും കാലാവധി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് തിരുവനന്തപുരം നഗരസഭയെ, വരുന്ന ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാം, അതിനുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന ഭരണസമിതി സർക്കാരിൻ്റെ ഉത്തരവുകൾ പലതും ഇവിടെ വരാറുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന തരത്തിൽ ഏകപക്ഷികമായി നമ്മൾ അവിടെ ഐക്യകണ്ഠേന തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് മാനദണ്ഡം വരുന്ന സമയത്ത് കോവിഡ് സഹായത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി ദുരന്തം, വെള്ളപ്പൊക്കം 18-ലും 19-ലും ഒക്കെ വന്നപ്പോൾ കൈയഴിച്ചു നമ്മുടെ തിരുവനന്തപുരം നഗരസഭ കേരളത്തെ സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കൈയഴിച്ച് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിന് കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് പണം കൊടുക്കുവാൻ വേണ്ടി ആ തീരുമാനങ്ങളെ, സർക്കാർ ഉത്തരവുകളെ, ആ സഹായം കൊടുക്കണമെന്ന കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു മാറ്റമില്ല. അത് പ്രതിസന്ധി ഘട്ടത്തിൽ. പക്ഷേ ഇപ്പോഴതല്ല. ഇപ്പോൾ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ എടുത്തിരിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്. നഗരസഭ അഥവാ ഈ 200 കോടി അടയ്ക്കാൻ തയ്യാറായാൽ BJP എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തെ മറികടക്കാൻ ശ്രമിക്കുക? എങ്ങനെയാണ് അടയ്ക്കാൻ പറ്റുന്നത്? ഇവിടെ ഒരു പുതിയ ഭരണസമിതി വരാൻ പോകുന്നു. സെക്രട്ടറിക്ക് തോന്നി, സെക്രട്ടറിയുടെ കയ്യിലാണ് ചെക്കും കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് ഒരു കൗൺസിൽ ഇവിടെ ഉണ്ട്. ആ കൗൺസിൽ കൂടണം. ആ കൗൺസിൽ കൂടുമ്പോൾ ഇനി വരാൻ പോകുന്ന കൗൺസിലും ഭരണസമിതിയും ആരായിരിക്കും? അങ്ങനെ സർക്കാർ പറയുന്നതെല്ലാം കേൾക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അത് പിന്നെ അവരുടെ ഭരണസമിതിയായി ഉണ്ടായിരുന്ന സമയത്ത് സർക്കാർ ഉത്തരവുകൾ നിരവധി വന്നിട്ടുണ്ട്. ഏകപക്ഷീയമായി മുൻകൂർ അനുമതി ആൻറ്റിസിപ്പേറ്ററി കൊടുത്തിട്ടുണ്ട്. ആ ആൻറ്റിസിപ്പേറ്ററി കൊടുത്തതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ആക്ഷേപസ്വരത്തിൽ ആൻറ്റിസിപ്പേറ്ററി മേയർ എന്ന് വരെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശരിയാണ്. സർക്കാർ ഉത്തരവ് വരും. ആ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ഏകപക്ഷീയമായി മുൻകൂർ അനുമതി കൊടുക്കും. ആ മുൻകൂർ അനുമതി കൊടുത്തിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷം സഭയിൽ കൗൺസിലിൽ വരും. ആ കൗൺസിൽ വന്നിട്ട് അത് അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങ് പാസ്സാക്കിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഇപ്പം വരാൻ പോകുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഉത്തരവുകൾ വരുന്നത് അത് പാലിക്കണോ പാലിക്കേണ്ടതെന്ന് കൗൺസിൽ തീരുമാനിക്കും. ആ കൗൺസിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാവർത്തികമാക്കുന്നത്. എന്തായാലും കോർപ്പറേഷൻ്റെ തനത് ഫണ്ടിൽ നിന്നും 200 കോടിയോളം രൂപ അടയ്ക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇട്ടതിനെ BJP പ്രതിഷേധാർഹമായാണ് കാണുന്നത്. അതുകൂടാതെ ഈയൊരു ഉത്തരവ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണ് എന്നും BJP വിലയിരുത്തുകയാണ്. അത്തരത്തിലുള്ളൊരു നിയമ നടപടി ഇതിൽ പാലിച്ചിട്ടില്ല എന്നും BJP നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.